നമുക്കിന്ന് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാം. ഇതിൽ ടെക്സ്റ്റിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ആ പോയിന്റുകളെല്ലാം നീറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അതിൻ്റെ പോയിന്റ് വൈസായിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് അപ്പം അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സെക്ഷൻ തൊട്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ മെയിനായിട്ടുള്ള ബോഡി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ബ്ലഡാണ്. ഈ ബ്ലഡിന് മൂന്ന് പാർട്ടുണ്ട്. നമ്മുടെ ഈ ചുവപ്പ് കളറിലുള്ള ബ്ലഡിൽ 3 പാർട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരു പാർട്ട് മാട്രിക്സ് എന്ന് പറയും, മറ്റൊരു പാർട്ടിനെ പ്ലാസ്മ എന്ന് പറയും, മൂന്നാമത്തെ പാർട്ടിനെ ഫോംഡ് എലമെൻറ്റ്സ് എന്നും പറയും. ഇതിൽ പ്ലാസ്മ എന്ന് പറയുന്നത് കുറച്ച് വിസ്കസ് ആയിട്ടുള്ള പോയിന്റ്, വിസ്കോസിറ്റി ഉള്ള കുറച്ച് കട്ടിയുള്ളൊരു ഫ്ലൂയിഡിക് സബ്സ്റ്റൻസ് ആണ്. ഇത്തിരി കുഴമ്പ് പരുവത്തിൽ എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് ആ രീതിയിലിരിക്കുന്ന ഒരു വിസ്കസ് ആയിട്ടുള്ള സ്ട്രോ കളേർഡ്, അതായത് പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലാത്ത ഒരു ഫ്ലൂയിഡാണ്, ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഫ്ലൂയിഡാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പിന്നീട് ഈ പറഞ്ഞ ഫോംഡ് എലമെൻറ്റ്സ് ഉണ്ട്, മാട്രിക്സ് ഉണ്ട്, ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത്. ഈ ബ്ലഡിൽ ഏകദേശം 45% എന്താണ്, ഫോംഡ് എലമെൻറ്റ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതൊക്കെ ഓരോന്നിലും എന്തൊക്കെ അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം. ഈ പ്ലാസ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് വീണ്ടും 3 ഡിഫറെൻറ്റ് സാധനം വെച്ചിട്ടാണ്. ഈ പ്ലാസ്മ എന്ന് പറയുന്ന സാധനത്തിനകത്താണ് നമ്മുടെ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന വാട്ടർ, മിനറൽസ്, അതുപോലെ തന്നെ പ്രോട്ടീൻസും വരുന്നത്. ഈ പ്ലാസ്മ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ 3 സാധനവും വരുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വയ്ക്കണം. ഒന്ന് ആൽബുമിൻ, പിന്നൊന്ന് ഗ്ലോബുലിൻ, മൂന്നാമത്തത് ഫൈബ്രിനോജൻ. ഇതിൻ്റെയൊക്കെ യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിനി പറയുന്നതായിരിക്കും. അപ്പം ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ആണ് പ്രസൻറ്റ്. പിന്നെ മിനറൽസ് ഉണ്ട്, വാട്ടർ ഉണ്ട്. ഈ 3 സാധനങ്ങൾ ഒരുമിച്ച് ചേരുന്നത് പ്ലാസ്മയാണ്. പ്ലാസ്മയും മാട്രിക്സും ഫോംഡ് എലമെൻറ്റ്സും കൂടി ഒരുമിച്ച് ചേരുന്നതാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ഇനി ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ 3 സാധനങ്ങൾ ചേരുന്നതാണ്. അത് എളുപ്പമാണ് പഠിച്ചു വയ്ക്കുക. ഒരെണ്ണത്തിൻ്റെ പേര് RBC, രണ്ടാമത്തവൻ്റെ പേര് WBC, മൂന്നാമത്തവൻ്റെ പേര് പ്ലേറ്റ്ലെറ്റ്സ്. ഈ 3 സാധനങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ നമ്മൾ WBC എന്ന് പറയുന്ന സാധനത്തിനെ പിന്നെയും തിരിച്ച് പഠിക്കേണ്ടി വരും. അതിൽ ചിലതിനെ നമ്മൾ ഗ്രാനുലോസൈറ്റ് എന്ന് വിളിക്കും, ചില സാധനങ്ങൾ നമ്മൾ എഗ്രാനുലോസൈറ്റ് എന്നും വിളിക്കും. അങ്ങനെ 2 ഡിഫറെൻറ്റ് ടൈപ്പാണ് WBC ഉള്ളത്. ഇതിൽ ഗ്രാനുലോസൈറ്റ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ പിന്നെയും തിരിക്കും. ഇത് എളുപ്പത്തിന് നമുക്ക് ബെൻ എന്ന് പഠിച്ചു വയ്ക്കാം, BEN. ഇത് ബേസോഫില്ല്, ഇത് എസനോഫില്ല്, ഇത് ന്യൂട്രോഫിൽ. എസനോഫില്ലിൻ്റെ സ്പെല്ലിംഗ് ഇതല്ല, OESONO. എസനോഫില്ലിൻ്റെത് EOSINO. എസനോഫിൽ, ഇതാണ് എസനോഫില്ലിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്, EOSINOPHLL. ഇതാണ് എസനോഫില്ലിൻ്റെ സ്പെല്ലിങ്. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇത് ബേസോഫില്ല്, ഇത് എസനോഫില്ല്, ന്യൂട്രോഫില്ല്. നമുക്കിതിനെ ബെൻ എന്ന് പറഞ്ഞു വയ്ക്കാം. ഇതുപോലെ കുറേ ട്രിക്സ് ഉണ്ട്, നമുക്കത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. ഇനി ഈ ബെൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് പഠിച്ചു വയ്ക്കണം. ഈ 45% ഫോംഡ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിൽ ഈ ബേസോഫിൽ എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും കുറവ്. ഈ ഒരു ഓർഡറിൽ പോയാൽ മതി, ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുന്തോറും കൂടി വരും. ഇത് ഏകദേശം 0.5 to 0.1% ആണ് കാണപ്പെടുന്നത്. എസനോഫിൽ എന്ന് പറയുന്ന സാധനമാണെങ്കിൽ 0.1 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 2 to 3%, പോയിൻ്റ് ഇല്ലാതെ 1 നോക്കുകയാണെങ്കിൽ 2 to 3% എസനോഫിൽ കാണപ്പെടും. ഇനി ന്യൂട്രോഫിൽ എന്ന് പറയുന്ന സാധനമാണെങ്കിൽ ഏകദേശം 60 to 65%, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്രാനുലോസൈറ്റാണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. 60 to 65% കാണപ്പെടും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ നീറ്റിനൊക്കെ ചോദിക്കുന്ന ഒരു പോയിൻ്റാണ് എന്താണ് സെറം എന്നുള്ളത്. സെറം എന്ന് പറയുന്നത് ഒന്നുമല്ല, പ്ലാസ്മ ഉണ്ടല്ലോ, നമ്മുടെ പ്ലാസ്മ. ഈ പ്ലാസ്മയ്ക്കകത്ത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഫൈബ്രിനോജനൊക്കെ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാതെ പ്ലാസ്മ
വിത്ത് നോ ക്ലോട്ടിംഗ് ഫാക്ടർ, അതിനെ വിളിക്കുന്ന പേരാണ് സീറം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നീറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ, വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. സീറം മീൻസ് ദ പ്ലാസ്മ വിത്ത് നോ ക്ലോട്ടിംഗ് ഫാക്ടർ. ഇനി നമുക്ക് ഈ പ്ലാസ്മയെക്കുറിച്ച് പറയാം. ഫോംഡ് എലമെൻറ്റ്സിന് നമ്മൾ 45% പറഞ്ഞു. പ്ലാസ്മ എന്ന് പറയുന്ന സാധനം ഏകദേശം 55% ഉള്ളത്. 55% പ്ലാസ്മയാണ് ബ്ലഡിലുള്ളത്. ഇനി പ്ലാസ്മയിൽ വെള്ളം അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 55% ഓഫ് ദ ബ്ലഡ് പ്ലാസ്മയാണെങ്കിൽ ഈ പ്ലാസ്മയിൽ ഏകദേശം 90-92% ഇടയിൽ ഉള്ളത് വെള്ളമാണ്. ഇനി നമ്മളീ പറഞ്ഞ പ്രോട്ടീൻസ്, ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ഇവയ്ക്കെല്ലാം ഓരോരോ ഫംഗ്ഷൻ ഉണ്ട്. ആൽബുമിൻ എന്ന് പറയുന്നത് ബോഡിയുടെ ഓസ്മോട്ടിക് ബാലൻസിന് വേണ്ടിയുള്ളതാണ്, ഓസ്മോട്ടിക് ബാലൻസിന് സഹായിക്കുന്നതാണ് ആൽബുമിൻ എന്ന് പറയുന്ന സാധനം. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ബോഡിയിലോട്ട് മറ്റെന്തെങ്കിലും ഒരു സാധനം, അതായത് ഒരു ഫോറിൻ പാർട്ടിക്കിൾ കടന്നു വരുമ്പം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഗ്ലോബുലിൻ സഹായിക്കാറുണ്ട്. അതായത് ഇപ്പം ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിലോട്ട് ഒരു ഫോറിൻ പാർട്ടിക്കിൾ, ഒരു വൈറസൊക്കെ വരുമ്പം ഡിഫെൻഡ് ചെയ്ത് പ്രതിരോധിച്ച് നിർത്തുന്ന പോലെ ഇവരും ഡിഫെൻഡിങ്ങിന് സഹായിക്കുന്നവരാണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് പറഞ്ഞ ഫൈബ്രിനോജൻ. ഞാൻ പറഞ്ഞു ഇത് ക്ലോട്ട് ചെയ്യും, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന സാധനമാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ഈ ഫൈബ്രിനോജൻ്റെ കാര്യത്തിലൊരു കാര്യം ശ്രദ്ധിക്കണം. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇനാക്റ്റീവ് ഫോമിലാണ്. എപ്പോഴും ബ്ലഡ് ക്ലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കൈ മുറിയുമ്പോഴോ അങ്ങനെ കാര്യങ്ങൾ വരുമ്പോഴേ ബ്ലഡ് ക്ലോട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലഡിൽ ഒഴുകുന്ന ഫൈബ്രിനോജൻ ഇനാക്റ്റീവ് ഫോമിലാണ്. ഈ ഇനാക്റ്റീവ് ഫോമിൽ നിന്ന് അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഫൈബ്രിൻ എന്ന് പറയുന്ന മറ്റൊരു ഫോമിലോട്ട് അത് മാറാറുണ്ട്. ബ്ലഡ് ക്ലോട്ട് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഫൈബ്രിനായിട്ട് മാറാറുണ്ട്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നൊരു സെക്ഷനിൽ പറയും. ഇനി നമ്മൾ പറഞ്ഞു ബ്ലഡിൽ 45% ഫോംഡ് എലമെൻറ്റ്സ്, പ്ലാസ്മ 55%. 55% പ്ലാസ്മയിൽ 90-92% ഇടയിൽ വെള്ളമുണ്ട്. അതേപോലെ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഏകദേശം 6-8% പ്രോട്ടീനാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഈ വാല്യൂസ് എല്ലാം നീറ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ്. ഈ വാല്യൂസ് വെച്ചിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. ഇനി ഈ പറഞ്ഞ മിനറൽസ്, ഈ മിനറൽസിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യം പറയേണ്ടി വരും. കുറച്ച് മിനറൽസ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത് സോഡിയം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ബൈകാർബണേറ്റ് രീതിയിൽ HCO3- എന്ന് പറയുന്ന സാധനമുണ്ട്, Cl- ഉണ്ട്. ഈ വാല്യൂസ് പഠിച്ചു വയ്ക്കാൻ ഒരു ട്രിക്കുണ്ട്. അത് വേണമെങ്കിൽ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു ട്രിക്കാണ്. ഇതിൽ ചെയ്താൽ കുറച്ച് വലുതായി പോകും, കുറച്ചും കൂടി ലെങ്ത് ആവും വീഡിയോ, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്ലഡ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നിന്ന് പഠിച്ചു വെച്ചേക്കേണ്ടത്. ബോഡി, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്ററിലെ ബ്ലഡിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ബ്ലഡിൽ നമ്മൾ മാട്രിക്സിനെ കുറിച്ചിട്ട് സംസാരിച്ചു, പ്ലാസ്മയെ കുറിച്ചിട്ട് സംസാരിച്ചു, ഫോംഡ് എലമെൻറ്റ്സിനെ കുറിച്ചിട്ട് പറയാൻ. ഈ ഫോംഡ് എലമെൻറ്റ്സിനെ നമുക്കൊന്ന് ഇലാബറേറ്റ് ചെയ്ത് കാണാം, എന്നാലേ അത് ഫുള്ള് തീരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഫോംഡ് എലമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞ ഫോംഡ് എലമെൻറ്റ്സ് 3 എണ്ണമാണ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. ഇത് 3 നമ്മൾ പറഞ്ഞ ഫോംഡ് എലമെൻറ്റ്സ്. ഈ RBCയുടെ മറ്റൊരു പേരാണ് എറിത്രോസൈറ്റ്സ്. WBCയുടെ മറ്റൊരു പേരാണ് ലൂക്കോസൈറ്റ്സ്. അതേപോലെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്സ്. ഈ ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്ന പ്ലേറ്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസാണ്. ആ സെൽസ് ബോൺ മാരോയിലാണ് കാണപ്പെടുന്നത്. ബോൺ മാരോയിൽ കാണപ്പെടുന്ന ആ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് മെഗാ കാരിയോസൈറ്റ്സ്. മെഗാ കാരിയോസൈറ്റ്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സ്. ഈ മെഗാ കാരിയോസൈറ്റ്സ് എന്ന് പറയുന്ന സാധനം എവിടെ ഇരിക്കുന്നു എന്ന് പഠിച്ചു വെച്ചേക്കുക. ബോൺ മാരോയിലാണ് ആ സാധനം ഉള്ളത്, ബോൺ മാരോയിൽ. ഇനി RBCയുടെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ ഏകദേശം 5 to 5.5 മില്യനാണ് RBCയുടെ എണ്ണം പറയുന്നത്. അതേസമയത്ത് WBC ആണെങ്കിൽ ഏകദേശം 6000-നും 8000-നും ഇടയിലായിരിക്കും ഉള്ളത്. അതേസമയം നമ്മൾ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ 1,50,000-നും 3,50,000-നും ഇടയിലായിരിക്കും ഇതിൻ്റെ എണ്ണം കാണുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് ന്യൂമറിക്കൽസ്, ഈ നമ്പേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം പഠിക്കുന്നതിനൊരു ട്രിക്ക് വേണം. ട്രിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ
ഈ ഉപയോഗം എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് ചെയ്യലാണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് കുറയുകയാണെങ്കിൽ ബ്ലഡ് ലോസ് ആവും, ബ്ലഡ് ലോസ് കൂടും. കൈയൊക്കെ മുറിയാണെങ്കിൽ ബ്ലഡ് ലോസ് കൂടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി പ്ലേറ്റ്ലെറ്റ്സിനെ അവിടെ നിർത്തിയിട്ട് RBCയും WBCയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് പറഞ്ഞു പോവുകയാണ്. അതിലെല്ലാ പോയിൻറ്റ്സും വരും, പോയിൻ്റ് വൈസ് പറയുക. RBCയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഹാവിങ് നോ ന്യൂക്ലിയസ്. RBCക്ക് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. അതേസമയത്ത് WBC അങ്ങനെയല്ല, ദേ ഹാവ് ന്യൂക്ലിയസ്. ഇവർക്ക് ന്യൂക്ലിയസ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഇനി ഇവരെ കളർ പറയുകയാണെങ്കിൽ RBCയുടെ കളർ എന്ന് പറയുന്നത് റെഡ് കളറാണ്. അതേസമയത്ത് WBCക്ക് നോ കളറാണ്. അതിന് കളർ ഇല്ല എന്ന് തന്നെ പഠിക്കുക. നോ കളർ ഈസ് ദേ ഫോർ RBC. അങ്ങനെയാണ് ടെക്സ്റ്റിൽ കൊടുത്തിരുന്നത്. ഈ റെഡ് കളർ കിട്ടാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം, എന്നാലും ഇതിൽ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് ആണ് റെഡ് കളർ RBCക്ക് കൊടുക്കുന്നത്. ഹീമോഗ്ലോബിൻ, ആക്ച്വലി ഹീമോഗ്ലോബിൻ ഈസ് ഹാവിങ് എ ഹൈ എമൗണ്ട് ഓഫ് അയൺ ഇൻ ഇറ്റ്. അയണിൻ്റെ നല്ല എമൗണ്ട് ഉണ്ട് എന്തിൽ? ഹീമോഗ്ലോബിനിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇനി വീണ്ടും ഒരു ന്യൂമറിക്കൽ പഠിച്ചു വയ്ക്കണം. ഹീമോഗ്ലോബിൻ്റെ എമൗണ്ട് പഠിച്ചു വയ്ക്കണം. ഹീമോഗ്ലോബിൻ ഈസ് എമൗണ്ട് 12 to 16 ml 12 to 16 ഇൻ 100 ml ഓഫ് ബ്ലഡ്. നമ്മുടെ ബ്ലഡ് ഒരു 100 ml ബ്ലഡ് എടുക്കുകയാണെങ്കിൽ അതിൽ 12നും 16നും ഇടയിൽ ഹീമോഗ്ലോബിൻ കാണപ്പെടും എന്ന് പഠിച്ചു വെച്ചേക്കുക. ഈ വാല്യൂ നീറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇത് നീറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇനി നമുക്ക് ഇവരെ ജീവിക്കുന്ന ടൈം നോക്കാം. ദാറ്റ് മീൻസ് ദെയർ ലൈഫ് സ്പാൻ നോക്കാം. ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ അതും നീറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഈ 112 നമുക്ക് എടുക്കാം. RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 120 days ആണ്. ഈ 120 ദിവസത്തോളം RBC ഫങ്ഷനിലായിരിക്കും, ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് പറയാം. അതേസമയത്ത് WBCയെ നോക്കുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി ഇറ്റ് ഈസ് വെരി മച്ച് ഷോർട്ട് ലീവ്ഡ്. അധികം ജീവിക്കത്തില്ല, പെട്ടെന്ന് പോയി അടുത്തത് വരും. അതാണ് WBCയുടെ ഒരു പ്രത്യേകത. ഇനി RBCയെ സംബന്ധിച്ചിടത്തോളം 120 ദിവസം കഴിയുമ്പോൾ ഈ മരണപ്പെടുന്നു, അല്ലെങ്കിൽ ഫങ്ഷനിലല്ലാത്ത RBC ഉണ്ടല്ലോ, 120 ദിവസം കഴിയുന്ന RBCകളെ നേരെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? സ്പ്ലീൻ എന്ന് പറയുന്നൊരു ഓർഗനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആക്ച്വലി ഈ സ്പ്ലീൻ എന്ന് പറയുന്നത് ഗ്രേവിയാർഡ് ഓഫ് RBC എന്നാണ് അറിയപ്പെടുന്നത്. RBCയുടെ ശ്മശാനം എന്നാണ് അറിയപ്പെടുന്നത്. ഈ പോയിന്റ് നീറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. അതായത് 120 ദിവസം കഴിയുന്ന RBCകളെ സ്പ്ലീൻ എന്ന് പറയുന്ന ഒരു ഓർഗനിലോട്ട് മാറ്റുന്നു. ആ ഓർഗൻ ഗ്രേവിയാർഡ് ഓഫ് RBC എന്നറിയപ്പെടുന്നു. ഈ RBC എന്ന് പറയുന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്മളിവിടെ പറഞ്ഞു, പ്ലേറ്റ്ലെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോൺ മാരോയിലാണെന്ന് പറഞ്ഞു. RBCയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റെഡ് ബോൺ മാരോ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. റെഡ് ബോൺ മാരോ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് RBCയെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. RBCയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബൈ കോൺകേവ് ആണ് എന്ന് മനസ്സിലാക്കുക. RBCയുടെ സ്ട്രക്ചർ ഒരു ബൈ കോൺകേവ് ഷേപ്പാണ്. ബൈ കോൺകേവ്, ഈ ഷേപ്പ് നമുക്കറിയാം, ഫിസിക്സിലുള്ളതാണ്. ബൈ കോൺകേവ് എന്ന് വിളിക്കും. പിന്നീട് RBCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപയോഗം എന്താണെന്ന് അറിയണം. അതായത് ഹീമോഗ്ലോബിൻ ഉണ്ട്, അയൺ കണ്ടൻ്റൊക്കെ ഉണ്ട്. ഈ സാധനമാണ്, ഈ RBC ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓക്സിജനും കാർബൺ ഡയോക്സൈഡ് എന്ന 2 ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് ബ്ലഡിൽ നടത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് RBC എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ്. ഇനി നമുക്ക് WBCയിലോട്ട് ഒന്നുകൂടി കിടക്കാം. WBC ഇനി പഠിക്കാനുള്ളത്, നമ്മൾ ഈ WBCയിൽ നിന്ന് ഇങ്ങോട്ട് ഇനി WBC ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പക്ഷേ അത് കുറച്ചും കൂടി പറയാനുണ്ട്. WBCയെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു നേരത്തെ. ഒന്ന് എഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തു, മറ്റേത് ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ നമ്മൾ ഗ്രാനുലോസൈറ്റ്സിനെ കുറിച്ചിട്ട് പഠിച്ചപ്പോൾ 3 എണ്ണം പറഞ്ഞു. ബെൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. ബേസോഫിൽ, എസനോഫിൽ, ന്യൂട്രോഫിൽ എന്നിങ്ങനെ 3 സാധനങ്ങൾ നമ്മൾ പഠിച്ചു ബെൻ എന്ന പേജിൽ. അപ്പം ഇവിടെയും നമ്മൾ നമ്പർ പഠിച്ചു വയ്ക്കണം. ഈ നമ്പറിനൊരു ട്രിക്കുണ്ട്, അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യാം. 0.5 to 1 ആയിരിക്കും ബെന്നിലെ ബേസോഫിലിൻ്റെ വാല്യൂ. ഏറ്റവും കുറവ്, ഏറ്റവും ലീസ്റ്റ് ഗ്രാനുലോസൈറ്റ് എന്ന് പറയുന്നത് ബേസോഫിലായിരിക്കും. രണ്ടാമത് ന്യൂട്രോഫിലിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിരിക്കും. ഇറ്റ്സ് അബൌട്ട് 60 to 65 ആണ് ഏറ്റവും
കൂടുതലുള്ളതാണ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു സാധനമാണ് എസനോഫിൽ. ആക്ച്വലി ഇറ്റ്സ് അബൌട്ട് 2 to 3. ഇതിൻ്റെ എമൗണ്ട് 2 to 3 ആണ്. ഈ വാല്യൂസ് എല്ലാം നീറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാത്തിനും കൂടി ഒരൊറ്റ ട്രിക്കും ഉണ്ട്, അത് പറയാം നമുക്ക്. ഇനി ഇതിൻ്റെയൊക്കെ യൂസ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഈ 3 സാധനത്തിൻ്റെയും യൂസുകൾ നമുക്ക് പഠിക്കണം. ഈ ബേസോഫിൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ മെയിനായിട്ടുള്ള യൂസ്, ഏറ്റവും കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സാധനം ഹിസ്റ്റാമിൻ, സെറാട്ടോണിൻ, ഹെപ്പാരിൻ എന്നിങ്ങനെ 3 സാധനങ്ങളെ ബ്ലഡിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് ബേസോഫിലാണ്. ഇവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്. ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിന് കാരണമാകുന്നത് ഇവരാണ്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്. ഇതാണ് ബേസോഫിലിൻ്റെ യൂസും സംഭവങ്ങളും എല്ലാം. ഇനി നമുക്ക് എസനോഫിലിലോട്ട് കടക്കാം. ഈ എസനോഫിലിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റ് ചെയ്യും. എന്തിനെ? ഇൻഫെക്ഷൻസിനെ റെസിസ്റ്റ് ചെയ്യും. ഇൻഫെക്ഷൻസിനെ തടയാൻ വേണ്ടി സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അലർജികൾ വരുമ്പോൾ ഈ തുമ്മൽ അതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്ന റിയാക്ഷൻസ്, അലർജിയുടെ ഫലമായിട്ടുണ്ടാകുന്ന റിയാക്ഷൻസ് ആണല്ലോ ഈ തുമ്മൽ പോലത്തെ. ഈ അലർജിക് റിയാക്ഷൻസ് കാരണമാവുന്നതും എസനോഫിലാണ് ഒരു എമൗണ്ട് വരെ. ഇനി ന്യൂട്രോഫിലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ദേ ആർ ഫാഗോഫൈറ്റിക് എന്ന് നമുക്ക് പറയാം. ഫാഗോഫൈറ്റിക് എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിഴുങ്ങുക എന്നാണ്. ആക്ച്വലി ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഈ നമ്മുടെ ബോഡിയിൽ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് കയറുമ്പം അവരെ വിഴുങ്ങിക്കളഞ്ഞ് നമ്മളെ രക്ഷിക്കുക. അതായത് ഒരു ഡിഫെൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഒരു ആൻറ്റിബോഡി ബേസ് ചെയ്തിട്ടുള്ളൊരു മെക്കാനിസമാണ് സത്യം പറഞ്ഞാൽ ന്യൂട്രോഫിലിന് പറയുന്നത്. ദേ ആർ ഫാഗോഫൈറ്റിക്, അതായത് വിഴുങ്ങാനുള്ള കഴിവുണ്ട്. ഇനി നമുക്ക് ഈ 3 പേരെയും സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വയ്ക്കണം. ഇതിൻ്റെ 3ൻ്റെയും സ്ട്രക്ചർ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. നീറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് 3 സ്ട്രക്ചറും. നമുക്ക് ഈ എസനോഫിലിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അത് ഒരു ഇയർഫോൺ പോലെ ഇരിക്കും. ഇയർഫോണിൻ്റെലും ഉണ്ട്, ഈ എസനോഫിലിലും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓർത്തിട്ട് ഇയർഫോൺ പോലെ ഒരു സ്ട്രക്ചർ ആയിരിക്കും എസനോഫിലിന്. ബേസോഫിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ബോളിനകത്ത് കുറേ കൊച്ചു ബോൾ കിടക്കുന്നതാണ്, കുറേ തുരുതുരാ സാധനങ്ങൾ കാണാൻ പറ്റും. ഇതായിരിക്കും ബേസോഫിലിൻ്റെ ഒരു സ്ട്രക്ചർ. ഇനി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രോഫിലിൻ്റെ സ്ട്രക്ചറാണ്. ന്യൂട്രോഫിൽ ഫാഗോഫൈറ്റിക്, അതായത് വിഴുങ്ങാൻ കഴിവുള്ളവരാണ്. അപ്പോൾ അവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആണ്. അവർക്ക് സ്പെസിഫിക് ആയിട്ടൊരു ഷേപ്പില്ല, തോന്നുന്ന എല്ലാവരുടെ ഷേപ്പായിരിക്കും, എന്തും അവരുടെ ഷേപ്പാവും. ദേ ആർ നോട്ട് ഹാവിങ് എനി ഡെഫിനിറ്റ് ഷേപ്സ് ഔട്ട് ദെയർ. അപ്പോൾ നമ്മൾ ഗ്രാനുലോസൈറ്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി നമുക്ക് എഗ്രാനുലോസൈറ്റ്സിനെ കുറിച്ചിട്ട് സംസാരിക്കണം. എഗ്രാനുലോസിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഇങ്ങോട്ട് പോരാം. ഇനി നമ്മൾ ഈ എഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. എഗ്രാനുലോസൈറ്റ്സ് എല്ലാം കൂടി ആകെ 2 എണ്ണവേ ഉള്ളൂ. ഒന്ന് ലിംഫോസൈറ്റ്സ്, മറ്റൊന്ന് മോണോസൈറ്റ്സ്. ഈ ലിംഫോസൈറ്റ്സിൻ്റെ എമൗണ്ടും പഠിച്ചു വയ്ക്കണം. 20 to 25 ട്രിക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതേസമയത്ത് മോണോസൈറ്റ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 6 to 8 ആയിരിക്കും. ഓക്കെ, ആക്ച്വലി ലിംഫോസൈറ്റ്സിൻ്റെ സ്ട്രക്ചർ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, അത് നോക്കുക. പിന്നീട് ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂൺ റെസ്പോൺസ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ റെസ്പോൺസിന് കാരണമാവുന്നത്, ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് ലിംഫോസൈറ്റ്സ് ആണ്. ബി ലിംഫോസൈറ്റ്സ്, ടി ലിംഫോസൈറ്റ്സ് എന്നിങ്ങനെ 2 എണ്ണം ഉണ്ട്, ബി ആൻഡ് ടി ലിംഫോസൈറ്റ്സ്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻ ദ ബോഡി. ഇതാണ് ഇവരെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതേസമയത്ത് മോണോസൈറ്റ്സിൻ്റെ ഒരു ഫങ്ഷൻ നോക്കുകയാണെങ്കിൽ ഫാഗോഫൈറ്റിക് ആണ്, ന്യൂട്രോഫിലിനെ പോലെ. ദേ ആർ ആൾസോ ഫാഗോഫൈറ്റിക്. പക്ഷേ അവർക്കൊരു സ്പെസിഫിക് ഷേപ്പ് ഉണ്ട്, ഒരു വിഴുങ്ങാനിരിക്കുന്ന പോലെ, അതായത് ഒരു ചെറിയൊരു കുഴി പോലെയാണ് മോണോസൈറ്റ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഫോംഡ് എലമെൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ബ്ലഡിലെ കമ്പോണൻസിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഇത്രയും മതി നീറ്റിന്, ബോർഡ് എക്സാംസിനും എല്ലാത്തിനും ഇത്രയും മതിയാവും. ബ്ലഡ് ഗ്രൂപ്പ്സിനെ ട്രിക്ക് ഉൾപ്പെടെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അത് ഒരു ട്രിക്ക് ഉൾപ്പെടെ ആയിട്ട് ബ്ലഡ് ഗ്രൂപ്പും അതിൻ്റെ ആൻറ്റിബോഡി ആൻറ്റിജൻസ് എല്ലാം നമ്മളൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഈ ബ്ലഡിൽ RBC എന്ന് പറയുന്ന സാധനം മറ്റൊരു സാധനത്തിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. ആൻറ്റിജൻ എന്ന് പറയുന്നത് RBC പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയത്ത് നമ്മുടെ ബോഡിയിലെ പ്ലാസ്മ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഈ പ്ലാസ്മ എന്ന് പറയുന്ന സാധനം
ആൻറ്റിജന് എതിരായിട്ടുള്ള ആൻറ്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാസ്മയായിരിക്കും. ഇതിത്രയാണ് ബ്ലഡിലുള്ളത്. പിന്നീട് ബ്ലഡ് നമ്മൾ സാധാരണ പറയുമ്പോഴത്തേക്കും എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ് എന്ന് മാത്രം പറയത്തില്ല. നമ്മൾ ചിലപ്പോൾ എ പോസിറ്റീവ്, അല്ലെങ്കിൽ എ നെഗറ്റീവ്, ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്, ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, ഇങ്ങനെയായിരിക്കും ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഗ്രൂപ്പിൽ പറയുന്ന പോസിറ്റീവ്, നെഗറ്റീവ് എന്നുള്ളതും കൂടി പഠിച്ചു വെച്ചേക്കണം. RH ആൻറ്റിജൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. RH ആൻറ്റിജൻ, നിങ്ങളുടെ ബ്ലഡിൽ RH ആൻറ്റിജൻ ഉണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് പ്രസൻറ്റ്, നിങ്ങൾ പോസിറ്റീവാണ്. RH ആൻറ്റിജൻ നിങ്ങളുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ യു ആർ നെഗറ്റീവ്. ഈ RH ആൻറ്റിജൻ എന്ന് പറയുന്ന ഹ്യൂമൻ ബോഡിയിൽ കാണുന്ന ആൻറ്റിജൻ ഈസ് വെരി മച്ച് സിമിലർ ടു the RH the antigen which is being found in rhesus monkey. rhesus monkey എന്ന് പറയുന്ന ഒരു കുരങ്ങനിൽ കാണപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ RH ആൻറ്റിജൻ. ഒരു ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആണ് ഈ RH ആൻറ്റിജൻ. ഈ RH ആൻറ്റിജൻ ഹ്യൂമൻസിലും കാണപ്പെടും. ഹ്യൂമൻസിൽ ഉണ്ടെങ്കിൽ ദേ വിൽ ബി പോസിറ്റീവ്, എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, ഒ പോസിറ്റീവ്, എ ബി പോസിറ്റീവ്. ഈ RH ആൻറ്റിജൻ ഇല്ലെങ്കിൽ യു വിൽ ബി നെഗറ്റീവ്, എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, ഒ നെഗറ്റീവ്, എ ബി നെഗറ്റീവ്. ഏകദേശം 80% ഓഫ് ദ ടോട്ടൽ ഹ്യൂമൻ പോപ്പുലേഷൻ എടുത്ത് നോക്കിയാൽ 80% ആളുകളും പോസിറ്റീവായിരിക്കും. നെഗറ്റീവ് 20% കാണത്തുള്ളൂ.